നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മള് എങ്ങോട്ടാ പ്രണവ് പോകുന്നേ? നിന്നെ വിളിച്ചിറക്കണമെന്ന് മാത്രമേ ഞാനിപ്പോൾ ആലോചിച്ചുള്ളൂ. വിഷമിക്കണ്ട, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ആരെങ്കിലും വിളിച്ച് നമുക്ക് ഇന്നത്തേക്കൊരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം. ഞാൻ വസുന്ധരന്റെ വിളിച്ചൊരു ഐഡിയ ചോദിച്ചാലോ? അത് വേണോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ചോളാം. ആ, എന്നാ വിളിച്ചോ. ഞാൻ സ്പീക്കറിലിടാം. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഡീ, പ്രണവിനെ ഇവിടെ എല്ലാരും ചേർന്ന് ഹൈദരാബാദിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലാൻഡി, പ്രണവ് എന്റെ കൂടെ ഉണ്ട്. ഇല്ല ശിവാനി, അവൻ ഇന്നത്തെ ഫ്ലൈറ്റിന് പോയതാണല്ലോ. അവൻ എങ്ങനെ നിന്റെ അടുത്ത് എത്താനാ? ആന്റി, ഞാനാ. തൽക്കാലം അവരെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഞാൻ പാതി വഴിക്ക് തന്നെ ഇറങ്ങി ആന്റി. ഫന്റാസ്റ്റിക്, സൂപ്പർ ആയടാ മോനെ. നീ ശിവാനിയെ വേണ്ടാന്ന് വെക്കുമോന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. വിശ്വാസവഞ്ചന നടത്തുന്നവനാണ് ഞാനെന്ന് കരുതി ആന്റി. അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യൂ? ഇപ്പോ ഞാൻ ശിവാനിയെ അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കാറിലാ. സത്യം പറയാലോ മോനെ, നിന്നെ പോലെ മനസാക്ഷിയും സ്നേഹമുള്ള ഒരാള് പോലും ഈ വീട്ടിലില്ല. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഇവിടെ ഒരെണ്ണത്തിനും അറിയില്ല. ഹാ, സാരമില്ല, അതൊക്കെ പോട്ടെ. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ആന്റി, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ആന്റി വിളിച്ചത് തന്നെ. പ്രണവ് പറയുന്ന അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാന്ന്. ഏയ്, അതൊന്നും വേണ്ട. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഗൗതവും നിധിയും നിങ്ങളെ കണ്ടുപിടിക്കും. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സുരക്ഷിതമായൊരിടം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും CK ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് ചെല്ല്. ഒരാളും നിങ്ങളെ തിരഞ്ഞ് ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് വരില്ല. നിങ്ങള് ചന്ദ്രബോസിന്റെ വീട്ടിലുണ്ട് എന്ന് ഗൗതമും നിധിയും സ്വപ്നത്തെ പോലും ചിന്തിക്കില്ല. നിങ്ങൾ അവിടെ തങ്ങുന്നതായിരിക്കും സേഫ്. ചന്ദ്രബോസിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേഗം അങ്ങോട്ട് പോവാൻ നോക്ക്. ആന്റി, ചന്ദ്രബോസ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെയും തകർക്കാൻ നടക്കുന്ന ആളല്ലേ? അതൊക്കെ ബിസിനസ്സില്. ഇത് പേഴ്സണൽ ലൈഫാണ്. രണ്ടും രണ്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തില് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാര് ഈ വിവാഹത്തിനെ എതിർക്കും. ഏറ്റവും സേഫായ സ്ഥലം ചന്ദ്രബോസിന്റെ വീട് തന്നെയാ. ശരി ആന്റി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഓൾ ദി ബെസ്റ്റ് മോനെ. ശിവാനി, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. നിധി, നിനക്കൊന്നിനു മേലൊന്നായി ഞാൻ ഷോക്ക് തരാൻ പോവാ. ഇനി ശിവാനിയുടെ ഈ വീട്ടിലേക്കുള്ള വരവിനെ നിനക്ക് തടയാനാവില്ല നിധി. വാ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിനാ ടെൻഷൻ? ഇനി ഭയക്കാനൊന്നുമില്ല. കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വസുന്ധര മാഡം എന്നെ വിളിച്ചിരുന്നു. പാവം കുട്ടികൾക്ക് പോകാനൊരിടവില്ല, അതിനുള്ള വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളെ അങ്ങ് കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ലല്ലോ.
ഇതുപോലൊരു വീടുള്ളപ്പോ നിങ്ങൾക്ക് വേറെ അഭയം ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. വന്നേ, ധൈര്യമായിട്ടും സന്തോഷത്തോടെ അകത്തേക്ക് വാ. വാ മക്കളെ, വാ. വാ മോളെ, ഇരിക്കെ. ആ, ഇരിക്കും മോനെ. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഇവിടേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ എന്നെക്കാൾ അധികം സന്തോഷിച്ച വേറൊരാളിവിടെ ഉണ്ട്, എന്റെ വൈഫ്. ഞാൻ വിളിക്കാം. ജ്യോതി, പ്രണവും ശിവാനി എത്തി, ഇങ്ങോട്ട് വാ. അല്ല, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട നിങ്ങളെ, ഞങ്ങൾ കഴിച്ചായിരുന്നു. ആ, ഓക്കെ ഓക്കെ. ഇരിക്കെ. ഗൗതമിനെ എനിക്കറിയാം, പ്രണവിനെ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ പ്രണവ്, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ വന്ന ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഇങ്ങോട്ട് അയക്കാണെന്ന് വസുന്ധര വിളിച്ചു പറഞ്ഞിരുന്നു. വസുന്ധര ഇങ്ങനൊരു ആവശ്യം എന്നോട് പറഞ്ഞാ എനിക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. അങ്ങനൊരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്കിടയിലുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിധി നിങ്ങൾക്കിട്ടൊരു പണി തന്നു അല്ലേ? അതെ ആന്റി, അതുകൊണ്ടാ എനിക്ക് പ്രണവിനും ഈ രാത്രി വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. നിധിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇനി അത് എന്റെ അടുത്ത് ചെലവാകാൻ പോകുന്നില്ല. ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളുടെ വിവാഹം നടത്തും. പ്രണവിന്റെ മുഖത്തെ ആശങ്ക എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈശ്വരമംഗലത്തിന്റെ ബിസിനസ് ശത്രു എന്തിനാണാവോ ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യുന്നതെന്നല്ലേ? സ്നേഹിക്കുന്ന രണ്ടുപേരെ ഒന്നിപ്പിക്കുന്ന ഒരു നന്മ തന്നെയാ. നന്മ ചെയ്യുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കേണ്ടതില്ല എന്നതാണ് എന്റെ പോളിസി. ഗൗതം എനിക്ക് ദോഷങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ കൈവിട്ട് കളയുന്നത് ശരിയല്ലല്ലോ. താങ്ക്സ് അങ്കിൾ. സത്യം പറഞ്ഞാൽ ഏട്ടൻ തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഒരിക്കലും എതിർക്കില്ലായിരുന്നു. പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്തേനെ. ഇതിപ്പോ നിധി ഏട്ടത്തി ഉണ്ടല്ലോ കൂടെ. ഏട്ടത്തെയാണ് ഏട്ടൻ്റെ കൂടെ മനസ്സ് മാറ്റിയെടുക്കുന്നത്. ഈ നിധിയെ പഠിപ്പിച്ചതുപോലും ഞാനാ. ഗൗതം ഒരു ന്യൂ ജനറേഷൻ യൂത്ത് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്നത്തെ കാലത്തും ഇങ്ങനെ പ്രണയം മുടക്കാൻ നടക്കുന്നവരുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്.